ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകണ്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ്. നമ്മൾ വൈകുന്നേരമാണ് പുറപ്പെട്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മളങ്ങനെ പുറപ്പെട്ടു പോയിട്ടോ. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ചായയും സ്നാക്സും കഴിച്ചപ്പോൾ എല്ലാവർക്കും അവർ ഫുള്ളായി ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയത്. അങ്ങനെ നമ്മൾ നോക്കി പിന്നെ ഒരു ഹോട്ടലും കിട്ടിയില്ല. പിന്നെ അങ്ങനെ നമ്മൾ നോക്കി അവിടെ ഏതോ ഒരു ബേക്കറി എന്തോ ആണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായയും പിന്നെ അവിടെ എന്താണ് ബന്നും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. നമ്മൾ രാത്രിയാണ് ചുരം കയറുന്നത്. പിന്നെ ഇവിടുത്തെ റോഡുകളൊന്നും പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി റോഡുകളാണ്. നല്ല പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് തിരക്കൊന്നുമില്ല, റോഡ് ഫുള്ള് കാലിയാണ്. അങ്ങനെ നമ്മൾ ചുരം കയറി കുറച്ച് മുകളിലോട്ട് എത്തിയപ്പോൾ ഒരു പീടിക ഉണ്ട്. നമ്മളവിടെ കുറച്ച് നേരം നിർത്തി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി ഉണ്ടാവും ടൈം. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടൈക്കനാലിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരു വാട്ടർഫോൾസാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മളൊരാളെ കണ്ട് കുഞ്ഞാൻ പാണ്ടിക്കാടിനെ കണ്ട് നമ്മൾ കണ്ടപാട് നമ്മൾ പോയപ്പോൾ സംസാരിച്ച് കൈയൊക്കെ തന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല പിന്നെ ഒരു ഫാമിലീനെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു വണ്ടിയിൽ ഉറങ്ങാണെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ മൂപ്പരാളോട് കണ്ട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമുക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് പോയത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ രാവിലെ അവിടെ എത്തി. നമ്മൾ എത്തിയതിൻ്റെ ശേഷമാണ് റൂമൊക്കെ നോക്കിയത്. നമ്മളതൊരു ഒറ്റ മൈൻഡിലുള്ള ട്രിപ്പായതുകൊണ്ട് നമ്മൾ റൂമൊന്നും ആദ്യം ബുക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമുക്ക് റൂമൊക്കെ കിട്ടി, കുഴപ്പമില്ലാത്ത റൂമൊക്കെ കിട്ടി. പിന്നെ ഇവിടെ എന്ന് പറയാൻ രാവിലെ നല്ല തണുപ്പാണ്. ഈ ഒരു വ്യൂ കണ്ടപ്പം എന്ത് രസമാണ് ഇത് കാണാനല്ലേ, ഇത് കണ്ടിരിക്കാൻ തോന്നി. പക്ഷേ നമുക്ക് കണ്ടെക്കാൻ ടൈമില്ല, സ്ഥലങ്ങളൊക്കെ കറങ്ങണ്ടേ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. റൂമിൽ നിന്ന് ഫ്രഷായി മാറ്റി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ദോശയാണ് പറഞ്ഞത്. ദോശ, വട, പൂരി ഒക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു യൂട്യൂബറെ വീണ്ടും കണ്ട്. അങ്ങനെ നമ്മളെ കൂടെ മൂപ്പര് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇപ്രാവശ്യം ഒരു ഫാമിലീനെ ഫുള്ളും കണ്ടിട്ടോ. പക്ഷെ അവരെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോണതിന് മുന്നായിട്ട് എല്ലാവരും റൂമിൽ പോയി കുറച്ച് നേരം ഉറങ്ങിയതിൻ്റെ ശേഷമാണ് പോയത്. നമ്മൾ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉറക്കം വന്നിന്. അപ്പോൾ ഇത്തിരി നേരം നമ്മളൊന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത്. പറ്റില്ല. പിന്നെ നമ്മൾ പോയത് കൊടൈക്കനാലിലെ ഫസ്റ്റ് വ്യൂ പോയിൻറ്റിലേക്കാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് പോയപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ആ താഴത്ത് നിന്നിട്ട് ഫോട്ടോസ് അങ്ങനെ എടുക്കാൻ പറ്റില്ല.
അവിടെ കുരങ്ങന്മാരുടെ ഒരു ഏരിയ ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു വീഡിയോ കാണാം, അത് കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവും. നല്ല കോട ഉണ്ടായിരുന്നു, എല്ലാം മങ്ങിയിട്ടാണ് നമുക്ക് കണ്ടത്. ഇതാ ഇവിടെ ഒരാൾ കണ്ടില്ലേ, ലിപ്സ്റ്റിക് ഇടാണ്. ഇവിടെ വരുന്നവരൊക്കെ ബാഗും അതുപോലെ കയ്യിലുള്ള സാധനമൊക്കെ മൂപ്പര് പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ ഒരു ബാഗ് കഴിഞ്ഞു. പിന്നെ വീഡിയോ എടുക്കുമ്പോഴേക്കും ബാഗൊക്കെ താഴേക്ക് പോയി, മൂപ്പരുടെ കയ്യിലുള്ളത് അതാണ്. എൻ്റെ മേലേക്കും ചാടീനും. അതോടുകൂടി ഞാൻ ഫോട്ടോസും വീഡിയോസും അവിടെ നിന്ന് നിർത്തി. പിന്നെ മേലെത്തി അവിടെ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മളതൊക്കെ എടുത്തത് കേട്ടോ. ഇവിടെ ഒരാൾ ഭയങ്കര ഹാപ്പിയിലാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഫോട്ടോ എടുക്കുക, അതാണ് ഒരാളെ പണി. എല്ലായിടത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തുള്ളിച്ചാടി നടക്കുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയത് അടുത്ത വ്യൂ പോയിൻറ്റിലേക്കാണ് കേട്ടോ. അടുത്തത് പൈൻ ഫോറസ്റ്റ് ആയിരുന്നു നമ്മൾ, പക്ഷെ അവിടെ കയറിയില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡെസ്റ്റിനേഷനിലാണ് പോയത്. ഇവിടെയും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല വ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ 4 ഡെസ്റ്റിനേഷനിൽ 3 എണ്ണം കഴിഞ്ഞ്. പിന്നെ നമ്മളിവിടെ കൊടൈക്കനാലിൽ വേറെ എവിടെയും കറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നൈറ്റിലെ വ്യൂ ആണ്. നൈറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അവിടെ നമ്മളെ റൂം ഒരു എന്താ പറയുക, ഒരു ജംഗ്ഷൻ്റെ ഒരു കുറേ ഷോപ്പുകളൊക്കെ ഉള്ളൊരു ഏരിയയിലായിരുന്നു. നമ്മൾ പിന്നെ നടന്നിട്ടാണ് വണ്ടി എടുത്തു പോയി. എന്നിട്ട് കുറച്ച് വണ്ടി അപ്പുറം പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നിട്ടാണ് അവിടെയൊക്കെ കറങ്ങിയത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ബിരിയാണി അതിനും പറഞ്ഞത്. പിന്നെ ബിരിയാണി രസം ഉണ്ടാവും എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അതെല്ലാവരും ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞു, അതും ടേസ്റ്റ് ചെയ്ത് നോക്കി. രണ്ടും സൂപ്പറായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പറഞ്ഞത് പൊറാട്ടയും അൽഫാമും അതിന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.